everyone, it's Villages Kochikara Chaiti. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ കളമശ്ശേരിയിലുള്ള SC യൂസ്ഡ് കാസിലാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ SC യൂസ്ഡ് കാസിലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതേ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതെന്താ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുറച്ച് ശമനം പറ്റി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത്. എന്നാലും ചെറുതായിട്ടും മഴയും കാര്യങ്ങളൊക്കെ പൊടിയുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ SC യൂസ്ഡ് കാസിലുള്ള വണ്ടികളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണ്. ഓക്കെ, അർഷാദിനെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അർഷാദെ? അർഷാദിന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഞാൻ നല്ലോണം ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എനിക്ക് പേടിയാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര നാണമാണ് വെച്ച് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പയ്യനും ഒക്കെയാണ്, സെറ്റല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാഗനാറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ക്ലീൻ പീസ് വാഗനാറി. എങ്ങനെയാണ് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് നോക്കണെങ്കിൽ 2006 മോഡലാണ്, LXI ആണ്. ഓക്കെ, പിന്നെ ഓൺഷിപ്പ് ആണ് 5th ആണ്. പിന്നെ 95,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഇല്ല? വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല പോളിഷ് ഒക്കെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. വേറെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സൈഡിൽ മാത്രം ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉള്ളൂ. ബാക്കി ഓൾ അറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ക്ലീൻ ആണ് കേട്ടോ. എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? 95,000 രൂപ അല്ലേ? ഓക്കെ, നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 95,000 രൂപയാണ്. ഫിനാൻസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, അറിയായിരിക്കുമല്ലോ. നമുക്ക് അടുത്ത വണ്ടിയിലേക്കോ? എങ്ങനെയാണ് സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽ? 2005 മോഡലാണ്, LXI ആണ്. സെക്കൻഡ് ഓണർ, 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ വില വരുന്നത്? ഇതിന്റെ വില വരുമ്പോ 1,10 ആണ് ആസ്കിങ്. 1,10 അല്ലേ? ഓക്കെ, 2005 മോഡൽ 2005 മോഡൽ 1,10 ആണ് ആസ്കിങ് പ്രൈസ് വരുന്നത്. മൂവാറ്റുപുഴ വണ്ടി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് മാരുതി സുസുക്കിയുടെ ആൾട്ടോ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ആൾട്ടോ LXI 2022 മോഡലാണ്. ഓക്കെ, അപ്പൊ കമ്പനി സർവീസ് ആണ് നിലവിൽ ഫുള്ള്. പിന്നെ 2027 പേപ്പർ അല്ല, സോറി, കമ്പനി വാറന്റി ഉണ്ട് നിലവിൽ. ആസ്കിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 3,40 ആണ് ചോദിക്കുന്ന റേറ്റ് അല്ലേ? ഓക്കെ, ഫിനാൻസ് നമുക്ക് ചെയ്യാമല്ലോ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം രൂപ താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ലോൺ ചെയ്യാവുന്നതാണ്. തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത്യാവശ്യമല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടാ. ഒരു സ്ക്രാച്ച് എന്ന് പറയാനായിട്ടില്ല നിലവിൽ. ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് വണ്ടിയിൽ സ്ക്രാച്ച് എന്ന് പറയാനായിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു ചെറിയ ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ 5 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് ആൾട്ടോയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. 3,40 അല്ലേ? 3,40,000 ചോദിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി, അതും 2022 അല്ലേ? എത്രയാണ്? 22 മോഡൽ വണ്ടിയാണ് കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോർഡിന്റെ ഗ്ലോബൽ ഫിയസ്റ്റയാണ്. നല്ല അടിപൊളി ഷേപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2012 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർ ആണ്, ഫുൾ കമ്പനി സർവീസും ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണോ? ഓക്കെ ഓക്കെ. 2012 മോഡല്, 2012 വണ്ടിയാണ് കേട്ടോ. അതിപ്പോ നിലവിൽ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? 2,40 ആണ് ആസ്കിംഗ്. 2,40 ചോദിക്കുന്ന റേറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിൽ താഴെയൊക്കെ ഏതെങ്കിലും വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വണ്ടിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 2 വണ്ടിയല്ല, അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം 5 ലക്ഷം രൂപ താഴെ നിൽക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ വരെ നമ്മൾ പരിചയപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, ഇതും തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. KL 39 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്റീരിയറൊന്നും അങ്ങനെ തുറന്ന് കാണിക്കുന്നില്ല, ലോക്കാണ്, എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്കോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിയുടെ റിക്സ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2011 ആണ്, റിക്സ് VDA ആണ്, ഡീസൽ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. 1,08,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണത്. ഓക്കെ, പ്രൈസ് എത്രയാണ് വരുന്നത്? പ്രൈസ് ചോദിക്കുന്നത് 2,50,000 ആണ്. 2,50,000 അല്ലേ? ഓക്കെ, KL 19 രജിസ്ട്രേഷൻ ആണ്. 19 എന്ന് പറയുമ്പോൾ പാറശാല രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതിന് ഫിനാൻസും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. റെഡി ക്യാഷ് കൊടുത്ത് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ.
അടുത്തത് പിന്നെ സോറി ഒരു മിനിറ്റ്, അതിന് കമ്പനി സർവീസ് അല്ല, മാറിപ്പോയതാണ്. സോറി, അത് വിഷയമില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ വ്ലോഗിൽ തന്നെ വരുന്നത്, എന്നിട്ടും അല്ല അവൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നില്ലേ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് വിഷയമൊന്നുമില്ല. നീ പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാൻഡ്രോയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഇത് 2009 സാൻഡ്രോ സിംഗ് ടെസ്റ്റ് കഴിഞ്ഞേക്കണേണ് നിലവിൽ. ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുന്നത്. ആ പേപ്പർ ഒരു 2030 വരെയും പേപ്പർ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. ഓക്കെ, KL 43 രജിസ്ട്രേഷൻ, മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. എങ്ങനെ ബാക്കി ഡീറ്റെയിൽസ്? ഇതിന്റെ വില ചോദിക്കണതാണെങ്കിൽ 1.30 ആണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു അല്ലേ. ഓക്കെ, പക്കയായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് എത്രയാണ്? 1.30 ചോദിക്കുന്ന റേറ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്കോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ്, നമ്മുടെ ഹോണ്ട സിറ്റി ആണ് കേട്ടോ. എപ്പോഴും എൻക്വയറി വരും, ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ 2015 ആണ്, ഫുൾ കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ വണ്ടി, 72,000 കിലോമീറ്ററിന് ഓടിയേക്കുന്നത്. ഓക്കെ, എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത്? വില ചോദിക്കുന്നത് 6.50 ആണ്. 6.50 അല്ലേ? 6.50. അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VX ടോപ്പ്, മറ്റേ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അതും ഓട്ടോമാറ്റിക്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു, എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയിലൊക്കെ താഴെ നമുക്ക് നോക്കാം. നല്ല കസ്റ്റമർ ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻ്റെ ഒക്കെ ട്രാക്കും കാര്യങ്ങളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. ന്യൂ ഷേപ്പ് i20 കേട്ടോ. എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ്? i20 1 ലിറ്റർ ടെർബോ ആണ്. അപ്പോ 2020 മോഡലാണ് വണ്ടി വരുന്നത്. പിന്നെ സെക്കൻഡ് ഓണർ ആണ്, നിലവിൽ കമ്പനി സർവീസ് ഉള്ളതാണ്. വേറെ റീപ്ലേസ്മെന്റ് 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. എത്ര ചോദിക്കുന്ന റേറ്റ്? വില ചോദിക്കുന്നത് 7 ലക്ഷമാണ്. 7 ലക്ഷം രൂപ അല്ലേ. ഓക്കെ, ഇതും നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപയെ താഴെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് i20. എനിക്ക് ഒരു ന്യൂ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ എനിക്ക് നമ്മൾക്ക് ആ ഒരു 2018-17 മോഡലൊക്കെ ആയിരുന്നു നമുക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പൊ കണ്ട് നമ്മളും വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് എർട്ടിഗയാണ്. ഒരു 8 പേരുണ്ട, ഒരു 8 ഒരു കുഞ്ഞു കൊച്ചാണെങ്കിൽ കുഴപ്പമില്ല. 8 പേർക്ക് ആയിക്കോട്ടെ 7 പേർക്ക് ആയിക്കോട്ടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ എർട്ടിഗ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2020 മോഡലാണ്. VX ആണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. നിലവിൽ 57,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണത്. പിന്നെ ഫുൾ കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടോ. ഇന്റീരിയർ സീറ്റ്സ് ഒക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ തനിമ നമുക്ക് ഈ പുറത്തുനിന്നാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. 8.25 ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ, 1 അല്ലെങ്കിൽ 1.5 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തുന്നത് സിറ്റിയാണ്. നല്ല കിഡിലൻ അലോയ്സ് ഒക്കെ വന്നിരിക്കുന്ന ഹോണ്ട സിറ്റി ആണ്. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഹോണ്ട സിറ്റി. ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ പ്ലസ് CNG ആണ്. 2015 മോഡൽ. 2015 മോഡല് CNGയും പെട്രോളും കൂടെ വരുന്നതാണ്. അപ്പൊ മൈലേജ് കിട്ടും. അതാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? കിലോമീറ്റർ 82,000 അല്ലേ. ഓക്കെ, പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? റേറ്റ് നമുക്ക് 6.25 ആണ് ആസ്കിങ്. തേർഡ് ഓണർ ആണ് നിലവിൽ. തേർഡ് ഓണർഷിപ്പ്. VX ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ, സൺറൂഫ് നമ്മൾ നേരത്തെ കാണിച്ച ഹോണ്ട സിറ്റി പോലെ തന്നെ സൺറൂഫ് ഒക്കെ വരുന്നതാണ്. CNG ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് മൈലേജിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട, കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏകദേശം 20 കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNG ഒക്കെ നമ്മൾ എന്തായാലും നമുക്ക് ആർക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ അറിയാതെ ആണെങ്കിൽ നമ്മൾ എടുത്തു പോകും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോണ്ട ജാസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഡീറ്റെയിൽസ്? 2015 മോഡലാണ്. CVT ആണ്. CVT ഗിയർ ബോക്സിലുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 4.50 ആണ് ആസ്കിംഗ്. 4.50 അല്ലേ? 4.50 4.50 ചോദിക്കുന്ന റേറ്റ് കേട്ടോ.
നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ജാസ് ഒക്കെ ഇപ്പോഴും മിക്കപ്പോഴും നമുക്ക് ഈ സിറ്റി ചോദിക്കുന്ന പോലെ തന്നെ എൻക്വയറി ഉള്ളൊരു വണ്ടിയാണ് ഹോണ്ട ജാസ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്മൾ ഹോണ്ട സിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ 3ാമത്തെ ഹോണ്ട സിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതും എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡ് വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2015 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്. ഇപ്പൊ നമ്മൾ 3 പരിചയപ്പെടുത്തിയത്, സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ, രണ്ടും മോഡല് 15 തന്നെയാണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ? സെക്കൻഡ് ഓണർ ആണ്. ആസ്കിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 650 ആണ്. 650 അല്ലേ? 6,50,000. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. അലോയ്സ്, യെസ്, അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി അലോയ്സ് ആണ് കേട്ടോ ഇത്. കണ്ട, നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇന്റീരിയർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തുനിന്ന് കാണിച്ചു തരാം. ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ട, കൊള്ളാം. ഇതും എനിക്ക് തോന്നുന്നു ഒരു 1,00,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റിയ വണ്ടിയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന മാരുതി സുസുക്കിയുടെ S-Cross ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2018 മോഡൽ 19 രജിസ്ട്രേഷനിലാണ് വണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ നിലവിൽ സെക്കൻഡ് ഓണർ ആണ്, ഫുൾ കമ്പനി സർവീസ് ആണ്. പിന്നെ 73,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കണത്. ആസ്കിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അല്ലേ? ഓക്കെ, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കാറാണ്. KL07 രജിസ്ട്രേഷൻ, എറണാകുളം വണ്ടിയാണ്. നല്ല കിഡിലെ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെൽറ്റ, S-Cross ഡെൽറ്റ ആണ് കേട്ടോ ഇത്. നല്ല കിഡിലെ അലോയ്സ് ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹ്യുണ്ടായുടെ സാൻഡ്രോയാണ്. KL42 എന്ന് പറയുമ്പോഴത്തേക്കും പറവൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2010 മോഡലാണ്. നിലവിൽ സെക്കൻഡ് അല്ല, തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നടക്കുന്നത്. പിന്നെ 97,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കണത്. നമുക്ക് ആസ്കിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 1,25 ആണ്. 1,25 ചോദിക്കുന്ന റേറ്റ്. ഇത് 2010 വണ്ടിയാണ്. ഈ വർഷം അവസാനം വരുമ്പോഴത്തേക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 1,25 നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി റെഡി ക്യാഷിന് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് സാൻഡ്രോ. നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ ബാക്കി വണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ഒക്കെ നല്ല പക്ക ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, നല്ല ടർക്കിയും കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടേക്കാണ്. ആൻഡ് ഓൾസോ നമ്മൾ ടയറിൻ്റെ ആ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ റെഡി ക്യാഷ് കൊടുത്തെടുക്കണം, ലോൺ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന വണ്ടികളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ SE യൂസ്ഡ് കാസിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നേരെ എൻ്റെ കണ്ണിലേക്കാണ് വെയിലടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.